ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ ഒരു വലിയ തോൽവി അത്ലറ്റിക്കോ മാഡ്രിഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് PSG അവരെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും അത്ലറ്റിക്കോക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം PSG നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ മത്സരത്തിൽ അർജന്റീൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഡീപോൾ കളിച്ചിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല 60 മിനിറ്റിന് ശേഷം അദ്ദേഹത്തെ പരിശീലകൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ തോൽവിക്ക് ശേഷം റോഡ്രിഗോ ഡീപോൾ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് റോഡ്രിഗോ ഡീപോൾ ഡെയിലിയുടെ ഒരു പോസ്റ്റ് അദ്ദേഹം ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിക്കൊണ്ട് പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് അർജന്റീന ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അതിന്റെ ഒരു ചിത്രം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടു. അതിന്റെ ഒരു ചിത്രം അവിടെയുണ്ട്. ആ 2 ചിത്രങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അവിടെയുള്ളത്. അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ചില സമയങ്ങളിൽ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല ആരംഭിക്കുക, പക്ഷെ നല്ല രീതിയിൽ അവസാനിക്കും. ലെസ്കോ അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇതാണ് അതിന്റെ ക്യാപ്ഷൻ ഉള്ളത്. അതായത് അർജന്റീന വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടു, പക്ഷെ കിരീടം സ്വന്തമാക്കിയത് അർജന്റീനയാണ്. അതുപോലെ തന്നെ അത്ലറ്റിക്കോയുടെ കാര്യത്തിലും സംഭവിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് PSG ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടു, പക്ഷെ കിരീടം അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇതിലൂടെ അവർ പങ്കുവച്ചിട്ടുള്ളത്. അതാണ് റോഡ്രിഗോ ഡീപോൾ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിക്കൊണ്ട് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് അർജന്റീനയെ പോലെ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുക. മിനി അർജന്റീന എന്ന വിളിപ്പേരുള്ള ഒരു ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. കാരണം അത്രയധികം അർജന്റീൻ താരങ്ങളാണ് ഇപ്പോൾ അവർക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.